നമ്മുടെ നാട്ടിൽ എഥനോൾ 20% കലർത്തിയ പെട്രോളാണ് വിൽക്കുന്നത്. അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കോടിക്കണക്കിന് രൂപ, ആയിരക്കണക്കിന് കോടി രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. എന്താണ് നിങ്ങൾ അതേക്കുറിച്ച് മിണ്ടാത്തത്? എന്നോട് ഒന്ന് രണ്ട് പേർ മെസ്സേജ് അയച്ച് ഇങ്ങനെ ചോദിച്ചിട്ട് കുറച്ച് ദിവസമായി. മാത്രമല്ല, എന്നെ ഇന്നലെ വിളിച്ചവരുമുണ്ട്. ഇതുവരെ ആയിട്ട് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഈ E20 പെട്രോളിൻ്റെ കാര്യത്തിൽ എന്താണ് ഇന്ത്യ ലൈവ് ഒന്നും പറയാത്തത് എന്ന് ചോദിച്ചു. സത്യത്തിൽ ഞാനത് വിട്ടുപോയതാണ് കേട്ടോ. കാരണം അല്ലാത്ത ചില വിഷയങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ഓർമ്മയിൽ നിന്നില്ല. അത് പരിഹരിക്കേണ്ടതാണ്. ഇപ്പോൾ നിതിൻ ഗഡ്കരി ആയിരക്കണക്കിന് കോടി രൂപ ഉണ്ടാക്കി എന്ന് പറയുന്ന ആളുകൾ അതിന് തെളിവൊന്നും പറയുന്നില്ല. പിന്നെ അവർ പറയുന്ന ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ, പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് പുരിയാണ് ഈ നമ്മുടെ ഊർജ്ജ മേഖല ഇന്ധനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തെക്കാൾ ആവേശത്തോടെ നിതിൻ ഗഡ്കരി സംസാരിക്കുന്നു. അപ്പോൾ ഗഡ്കരിക്ക് താല്പര്യമുണ്ട്. ഗഡ്കരി BJPയിലെ വലിയ മുതലാളിയാണ് എന്നൊക്കെയാണ് ആക്ഷേപം. കാരണം BJPയിൽ മുതലാളിമാർക്ക് പ്രവർത്തിച്ചുകൂടെ? ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അത്യാവശ്യം കാശുള്ളവരും സംരംഭകരും വ്യവസായികളും ഒക്കെ ഉണ്ട്. ഈ നിതിൻ ഗഡ്കരിയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. എന്താണ് ഈ എത്തനോൾ പരിപാടി? നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂവൽസ് എന്നുള്ള പദ്ധതി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ നടപ്പാക്കുന്നു. നമുക്ക് ഈ 20% നമ്മുടെ പെട്രോളിൽ എത്തനോൾ കലർത്തുക. എത്തനോൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതൊരു തരത്തിലുള്ള ആൽക്കഹോളാണ്. കരിമ്പിനിൽ ഉണ്ടാക്കുന്ന കരിമ്പിൻ്റെ മൊളാസസിൽ നിന്നുണ്ടാക്കുന്ന ആൽക്കഹോൾ നമ്മുടെ പെട്രോളിനൊപ്പം ചേർക്കുന്നു. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഊർജ ആശ്രിതത്വം, അതായത് നമ്മൾ രാജ്യത്തിൻ്റെ സമ്പത്തിലെ ഏറ്റവും വലിയ ഒരു പങ്ക് ക്രൂഡ് ഓയിലുമൊക്കെ ഇറക്കുമതി ചെയ്യാനാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 1. 2, കർഷകർക്ക്, കരിമ്പ് അടക്കമുള്ള കർഷകർക്ക് നല്ല വില കിട്ടും. കാരണം ഇവരുടെ പക്കലുള്ള കരിമ്പും മറ്റും നമ്മൾ വാങ്ങി അത് ഇന്ധന ആവശ്യത്തിന് വേണ്ടി എഥനോൾ ഉൽപ്പാദിപ്പിച്ച് അത് ചെയ്യുമ്പോൾ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾ കാർബൺ ബഹിർഗമനം, അതായത് കാർബൺ പുറന്തള്ളുന്നതിൻ്റെ അളവ് കുറയ്ക്കാനുള്ള പദ്ധതികൾ, ഇലക്ട്രിക് വാഹനങ്ങൾ പോലും വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്, ശ്രമിക്കുമ്പോൾ എഥനോൾ കലർന്ന ഇന്ധനം ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയുന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ട് ലോകത്തെമ്പാടും നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ എഥനോൾ കലർത്തിയ പെട്രോൾ നമ്മുടെ രാജ്യത്ത് പെട്രോൾ പമ്പുകളുടെ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2030 ആകുമ്പോഴത്തേക്കും ഈ 20% എന്നുള്ളത് 30% മാറ്റണം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എണ്ണ ഇറക്കുമതിയിൽ 30% സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ. ഇതിൻ്റെ മറുവാദം ഉണ്ട്. മറുവാദത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ സംരംഭകനും രാഷ്ട്രീയ നിരീക്ഷകനും ഒക്കെയായ തെക്സീൻ പൂനെവാല നാളെ ജന്തർ മന്ദിറിൽ നമ്മുടെ പാർട്ടി പാർട്ടി സമരം നടത്തി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സമരത്തിനായി വാഹന ഉടമകൾ വരാൻ പറഞ്ഞിരിക്കുകയാണ്. 10,000 പേര് വരുമെന്നാണ് പൂനെവാല പറയുന്നത്. ഞങ്ങൾ അവിടെ കുത്തിയിരിക്കും. പോലീസ് അനുമതി നൽകിയില്ലെങ്കിൽ ഞങ്ങൾ നേരെ ഗഡ്കരിയുടെ വീടിന് മുന്നിൽ കുത്തിയിരിക്കും. അപ്പോൾ ദില്ലിയിലെ ജന്തർ മന്ദിറിൽ പാറ്റകൾ നടത്തുന്ന സമരം പരാജയപ്പെട്ട് നാറി പണ്ടാറടങ്ങി. ഇനി E20യുടെ ഭാഗമായിട്ടുള്ള അടുത്ത സമരം തുടങ്ങാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ എന്താണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് മറുവാദം എന്താണ് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. മറുവാദം എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എഥനോൾ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആൽക്കഹോളാണ്. ഇത് അന്തരീക്ഷത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് ഈർപ്പം വലിച്ചെടുക്കും. അപ്പോൾ പെട്രോൾ ടാങ്കുകളിൽ വളരെ പെട്ടെന്ന് ഈർപ്പം ഉണ്ടാവും. വാഹനം ഓടിക്കാതെ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് എഥനോളും വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് വേർതിരിഞ്ഞ് കിടക്കും. ഇന്ധന ടാങ്കുകൾക്ക് തുരുമ്പ് പിടിക്കും. അത് വാഹനത്തെ ബാധിക്കും. പിന്നെ റബ്ബർ ഹോസുകൾ, സീൽ ഗാസ്കറ്റുകളൊക്കെ വണ്ടിക്കുണ്ട്, അതിൻ്റെ കാർബറേറ്ററിൻ്റെ ഭാഗമുണ്ട്. ഇതൊക്കെ അലിഞ്ഞു പോകാൻ ഒരു തരത്തിലുള്ള ആൽക്കഹോൾ തന്നെയായ എഥനോൾ കാരണമാകും. വാഹനങ്ങൾ കേടാവും. അതുകൊണ്ട് 2023 മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള വാഹനങ്ങൾ ഈ E20 20% എഥനോൾ കലർന്ന പെട്രോൾ ഉപയോഗിക്കാൻ
തക്ക വിധം ഉണ്ടാക്കിയതല്ലാത്തതിനാൽ വാഹനങ്ങൾക്ക് വലിയ കേടുപാടുകൾ ഉണ്ടാകുന്നു. അടുത്ത വാദം എന്ന് പറയുന്നത് ഇതിൻ്റെ എഥനോൾ കലർന്ന പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വാഹനങ്ങളുടെ കാര്യക്ഷമത കുറയുന്നു, മൈലേജ് കുറയുന്നു. ഇനി മൂന്നാമത്തെ വാദം, കരിമ്പിൽ നിന്നുണ്ടാക്കാനാണ് തീരുമാനിച്ചത്, പിന്നീട് ചോളത്തിൽ നിന്ന് എഥനോൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഈ നാണ്യവിളകളും എണ്ണക്കുരുക്കളും ഉണ്ടാക്കുന്ന കൃഷിക്കാരൊക്കെ വളരെ പെട്ടെന്ന് കരിമ്പിൻ്റെയും ചോളത്തിൻ്റെയും കൃഷിയിലേക്ക് മാറുന്നത് കൊണ്ട് വലിയ വിലക്കയറ്റം ഇവയ്ക്കുണ്ടാവുന്നു. മറ്റ് എഡിബിൾ ഓയിൽസ്, ഭക്ഷ്യ എണ്ണകളും മറ്റും കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് പറയുന്നു. മാത്രമല്ല, സർക്കാർ നേരത്തെ ഈ പറഞ്ഞതുപോലെ കരിമ്പ് മാത്രമായിരുന്നു, ഇപ്പോൾ ചോളം ഉപയോഗിക്കുന്നു. അതുകൂടാതെ FCI ഗോഡൗണുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അരിയും ഗോതമ്പും മറ്റും കാലാവധി കഴിയുമ്പോൾ, എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ ഇത് നശിപ്പിക്കുകയാണ് പതിവ്. അതിനു പകരം FCI ഗോഡൗണിൽ കരുതി വെച്ചിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കൂടി എത്തനോൾ ഉണ്ടാക്കാനാക്കി മാറ്റുന്നു. ഇത് ഭാവിയിൽ ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റവും ഉണ്ടാക്കും തുടങ്ങിയ പരാതികളാണ് ഇവർ പൊതുവിൽ പറയുന്നത്. അതുമാത്രമല്ല, ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത് കോടതിയിൽ, സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നപ്പോൾ നമ്മുടെ അറ്റോർണി ജനറലോ മറ്റോ, സബ്ജക്റ്റ് ടു കറക്ഷൻ, കേന്ദ്ര സർക്കാരിൻ്റെ മുതിർന്ന അഭിഭാഷകൻ, അപ്പോൾ കുഴപ്പമില്ല, കോടതി വന്നിട്ട് പറഞ്ഞു, അതായത് E20 എന്ന് പറയുന്നത് ഒരു പരീക്ഷണ ഘട്ടത്തിലാണ്, ഞങ്ങളത് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അത്രേ. അതിൻ്റെ പേരിൽ വലിയ പ്രതിഷേധം ഉയർത്തിരിക്കുന്നു. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പരീക്ഷണ വസ്തുക്കളാക്കി സർക്കാർ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എഥനോൾ വിവാദവുമായി ബന്ധപ്പെട്ട് എതിർക്കുന്നവർ പറയുന്നത്. പക്ഷേ സർക്കാർ പറയുന്ന കാര്യങ്ങൾ നോക്കൂ. 2023 ശേഷമുള്ള ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന എല്ലാ വാഹനങ്ങളും E20 കാറ്റഗറി, അതായത് എത്തനോൾ അടങ്ങിയ ഇന്ധനം ഉപയോഗിക്കാൻ തക്കുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന എല്ലാ വാഹനങ്ങളും. 2023 മുമ്പ്, 2023 ഏപ്രിലിന് മുമ്പ് ഉണ്ടാക്കിയ BS4, BS6 കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് ഇത്ര ഗുരുതരമായ പ്രശ്നമൊന്നുമല്ല. സ്വാഭാവികമായും ഈ റബ്ബർ ഭാഗങ്ങളൊക്കെ വാഹനങ്ങളുടെ കുറേ വർഷം കഴിയുമ്പോഴത്തേക്ക് അതിന് തേയ്മാനം സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അതല്ലാതെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എത്തനോൾ അങ്ങോട്ട് പോയതിനെയൊക്കെ, റബ്ബർ ബീഡിങ്സിനെയൊക്കെ, ഹോസുകളെയൊക്കെ അങ്ങ് ഉരുക്കിക്കളയും, അലിയിച്ച് കളയും എന്നൊക്കെ ഒരു പെരുപ്പിച്ച പ്രചാരണമാണ് എന്ന് പറയുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഏതായാലും സർക്കാർ മുന്നോട്ട് വെക്കുന്നത് വളരെ പോസിറ്റീവ് കാര്യങ്ങളാണെന്ന് നമുക്ക് സമ്മതിക്കാതെ തരമില്ല. കാരണം പുതിയ വാഹനങ്ങൾ എത്തനോൾ ഇന്ധനം ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. അപ്പോൾ പിന്നെ ഭാവിയിലെ ഇന്ധനം എന്നതിൽ എഥനോൾ അടങ്ങിയിട്ടുള്ള പെട്രോൾ ഉപയോഗിക്കുന്നതിന് ഭാവിയിലെ വാഹനങ്ങൾക്ക് പ്രശ്നമില്ല. മാത്രമല്ല, 15 വർഷം കഴിഞ്ഞാൽ വാഹനങ്ങൾ ഉപേക്ഷിക്കണമെന്നുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ പഴയ വാഹനങ്ങളെ സ്ക്രാപ്പാക്കി മാറ്റുന്നതിനുള്ള ഒരു സംവിധാനം കേന്ദ്ര സർക്കാർ വളരെ മുമ്പേ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള പഴയ 2023 ഏപ്രിലിന് മുമ്പുള്ള വാഹനങ്ങളുടെ സ്ഥിതിയുണ്ട്. പക്ഷേ അവയുടെ പ്രശ്നങ്ങളും ഈ പറയുന്നത് പോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളില്ല, അതൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നു. മാത്രമല്ല, നമ്മുടെ കർഷകർക്ക് നല്ല വില കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കർഷകൻ്റെ അവസ്ഥ അറിയാലോ. എത്ര വലിയ കൃഷി ചെയ്താലും അവസാനം വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ വിളകൾക്ക് വിലയില്ലാതെ ചൂഷണത്തിന് ഇരയാവുന്ന കർഷകർക്ക് അവരുടെ പ്രോഡക്ട്സ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് വഴി വലിയ നേട്ടമുണ്ടാവും. നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം ആളുകളും കൃഷിക്കാരാണ്, അവർക്ക് ഗുണമുണ്ടാവുന്ന ഒരു പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിദേശ നാണ്യ ശേഖരം അടക്കം സംരക്ഷിക്കാൻ നമുക്ക് ക്രൂഡ് ഇറക്കുമതി ചെയ്തതിൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും ഇതിലൂടെ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം അടക്കമുള്ള, നമ്മുടെ വിദേശ നാണ്യ ശേഖരം അടക്കമുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള പോസിറ്റീവായ കാര്യങ്ങളും കേന്ദ്രം മുന്നോട്ട് വെക്കുന്നു. പിന്നെ ഈ മലിനീകരണത്തിൻ്റെ കാര്യത്തിലുള്ള അനുകൂലമായ ഘടകം, ഇത്തരം കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് ഇത് വണ്ടിക്ക് കേടുപറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. നമ്മുടെയൊക്കെ ആശങ്ക അതാണ്. അതേ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റായിട്ട്, കുറച്ചുകൂടെ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ളൊരു ക്യാമ്പയിനൊക്കെ ആരംഭിക്കാമായിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂനത. ഈ പദ്ധതി നടപ്പാക്കി, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇപ്പോൾ പൂനെവാല അടക്കമുള്ളവർ പറയുന്നത്, നിങ്ങൾ പമ്പുകളിൽ രണ്ടും വെക്കൂ, എത്തനോൾ അടങ്ങിയ പെട്രോളും സാധാരണ പ്യുവർ പെട്രോളും വിൽക്കും, ഓപ്ഷനുള്ള അവകാശം കൊടുക്കുക. അപ്പോൾ 2023 ശേഷം നിർമ്മിച്ച എത്തനോൾ ഉള്ള ഇന്ധനം ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ സ്വാഭാവികമായും എത്തനോൾ അടങ്ങിയ
ഇന്ധനം വാങ്ങിക്കോളൂ. പഴയ വാഹനം ഓടിക്കുന്നവർക്ക് പെട്രോൾ, പ്യുവർ പെട്രോൾ കൊടുക്കൂ, അവരത് ഉപയോഗിക്കട്ടെ, അവരുടെ ആശങ്ക മാറുമല്ലോ. അതിന് 2 തരത്തിലുള്ള വിതരണ സംവിധാനം പമ്പുകളിൽ ഏർപ്പെടുത്തിയാൽ ഈ പ്രശ്നം ആശങ്ക പരിഹരിക്കാൻ കഴിയുമെന്നാണ് തെക്സിൻ പൂനെവാല അടക്കമുള്ളവർ പറയുന്നത്. എനിക്കും തോന്നുന്നു അതിനകത്തൊരു കാര്യമുണ്ട്. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, അങ്ങനെ പ്യുവർ പെട്രോൾ, അതായത് ഇഥനോൾ അടങ്ങാത്ത പെട്രോളിന് ഒരല്പം പൈസ വില കൂട്ടിക്കോ. അത് നീതിയുക്തമായ ന്യായമായ ഒരു ആവശ്യമാണ്. പിന്നെ ഈ പറയുന്ന അലിഗേഷൻസ്, ഗഡ്കരിയുടെ കമ്പനിക്ക് വലിയ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു വാദം മാത്രമാണ്. ഗഡ്കരിക്ക് അങ്ങനെ കമ്പനി ഉള്ളതായിട്ട് അറിയില്ല. ഞാൻ നോക്കുമ്പോൾ ഗഡ്കരിക്ക് 2 മക്കൾ, മൂത്ത മകൻ്റെ പേര് നിഖിൽ ഗഡ്കരി എന്നാണ്, മറ്റൊരു മകൻ്റെ പേര് സാരംഗ് ഗഡ്കരി എന്നാണ്. ഈ നിഖിൽ ഗഡ്കരിയുടെ പേരിൽ സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടെന്നും അതിൻ്റെ MD ആണ് നിതിൻ ഗഡ്കരി എന്ന് സോഷ്യൽ മീഡിയയിൽ ചിലരൊക്കെ എഴുതി കാണുന്നുണ്ട്. അതുപോലെ സാരംഗ് ഗഡ്കരി വൈൻഗംഗ ഷുഗർ ആൻഡ് പവർ മനാസ് അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുടെ ഡയറക്ടറാണ് എന്നും പറയുന്നു. ഇത് ഈ 2 കമ്പനികളും എത്തനോൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഞാനത് ജെമിനിയിലിട്ട് ഫാക്ട് ചെക്ക് ചെയ്തപ്പോഴും ഇങ്ങനെ കണ്ടു. ഈ ജെമിനിയെ കണ്ടപ്പോൾ അത് ശരിയായിരിക്കും എന്ന് പറയരുത്. ഞാനൊരു തമാശ പറയാം. ജെമിനി എന്ന് പറയുന്ന ഈ ആപ്പ് നമ്മളെ കുഴി ചാടിക്കുന്നത്. ഞാൻ വെറുതെ ഈ ദിലീപിൻ്റെ കേസ് നടന്നല്ലോ. ദിലീപിൻ്റെ കേസ് ഹൈക്കോടതി ജില്ലാ കോടതി ദിലീപിന് അനുകൂലമായി ദിലീപിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ജെമിനി വഴി സെർച്ച് ചെയ്തപ്പോൾ ജെമിനി പറയുന്നത് ജഡ്ജ്മെൻറ്റിലില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ചോദിച്ചു, ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിന് ആർക്കെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ, ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചുമ്മാ ഒരു ചോദ്യം ചോദിച്ചു. ഈ ജെമിനി പറയുകയാണ് എന്നോട്, അതെ, നിങ്ങൾ വടയാർ സുനിൽ എന്ന് പറയുന്ന ആളെ ദിലീപ് ആ വിഷയത്തിൽ നടിയെ അപമാനിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചത് നിങ്ങളുടെ തൃശ്ശൂരുള്ള ഓഫീസ്. എനിക്ക് തൃശ്ശൂർ ഓഫീസും ഇല്ല, ഞാൻ തൃശ്ശൂരിൽ വർഷത്തിൽ 2 പ്രാവശ്യം പോലും പോകാത്ത ആളാണ്. തൃശ്ശൂരുള്ള നിങ്ങളുടെ ഓഫീസും വീടും റെയ്ഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ അറസ്റ്റ് ചെയ്ത്, വടയാർ സുനിലിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളാണ് ഈ ജെമിനി. എങ്ങനെയുണ്ട്? എന്നെ ഇവിടെ ചക്കക്കുരു പോലിരിക്കുന്ന എന്നെ തൃശ്ശൂരുകാരനാക്കി എൻ്റെ വീടും ഓഫീസും റെയ്ഡ് ചെയ്ത് എന്നെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞ മഹത് സ്ഥാപനമാണ് ഈ ജെമിനി. അതുകൊണ്ട് ജെമിനി ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് അത് പൂർണ്ണമായി വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. അത് ഫാക്ട് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം. ഏതായാലും ഞാൻ അതുകൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് നിങ്ങളോട് പറയാം. പിന്നെ മാത്രമല്ല, രാജ്യത്തൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ രാജ്യത്തെ ഏതെങ്കിലും മന്ത്രിയുടെ മക്കൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇതെന്നൊക്കെ പറയണമെങ്കിൽ അസാമാന്യമായ തൊലിക്കെട്ടി വേണം. ഏതായാലും ഇതാണ് പ്രിയപ്പെട്ടവരെ E20 അല്ലെങ്കിൽ എത്തനോൾ ബ്ലെൻഡഡ് ഫ്യൂവലിനെ കുറിച്ച് എനിക്ക് ലഭ്യമായ വിവരം ഞാനത് നിങ്ങളോട് പറയുന്നത്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഈ പദ്ധതി നല്ല പദ്ധതിയാണ്. കാരണം 2023 ശേഷമുള്ള പുതിയ വാഹനങ്ങളിൽ ഇത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. നമുക്ക് മലിനീകരണം കുറഞ്ഞ, നമ്മുടെ വിദേശ ആശ്രിതത്വം കുറയ്ക്കുന്ന, നമ്മുടെ കർഷകർക്ക് നല്ല വില കിട്ടുന്ന, വിളകൾക്ക് നല്ല വില കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടായി വരികയാണെങ്കിൽ നല്ലതല്ലേ? നമ്മുടെ രാജ്യത്ത് ഹൈഡ്രജൻ വാഹനങ്ങൾ ഓടുന്നുണ്ട്, ട്രെയിനുകളും ബസ്സുകളും വരാൻ പോകുന്നു. ഇപ്പം ഈ EV വ്യാപകമായിട്ട് വരുന്നു. വ്യാപകമായി ഇലക്ട്രിക് വാഹനങ്ങൾ വന്നാൽ നമ്മുടെ വൈദ്യുതി കുറയില്ലേ? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? EV ചാർജ് ചെയ്യാൻ കറണ്ട് വേണ്ടേ? ഇപ്പം തന്നെ സതീശൻ സർക്കാർ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തിയിരിക്കുക. കേരളത്തിലെ മുഴുവൻ ആളുകളും, ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ വൈദ്യുതി ഉൽപ്പാദനം കൂടാതിരിക്കെ വൈദ്യുതി ക്ഷാമം ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മൾ EV നിരോധിക്കണം. കാർഷിക ഉൽപ്പന്നങ്ങൾ എഥനോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവും, ക്ഷാമം ഉണ്ടാകും എന്ന് പറഞ്ഞ് എഥനോൾ ഉപയോഗിക്കാതിരിക്കണം. എനിക്ക് മനസ്സിലാകുന്നില്ല അതിൻ്റെ ലോജിക്ക്. അപ്പോൾ നമ്മൾ വിളവ് കൂടുതൽ ഉണ്ടാക്കാനുള്ള സംവിധാനം, കൂടുതൽ കൃഷി ഉണ്ടാക്കാനുള്ള പദ്ധതി നടപ്പാക്കണം. ചോളം മനുഷ്യൻ കഴിക്കുന്നുണ്ട്, ഗോതമ്പ് കഴിക്കുന്നുണ്ട്, കരിമ്പ് നമുക്ക് പഞ്ചസാര ഉൾപ്പെടെ ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്. അത് എഥനോൾ ഉൽപ്പാദനത്തിന് പോകുമ്പോൾ അതനുസരിച്ച് ഉൽപ്പാദനം കൂടെ കൂട്ടിയാൽ പോരെ? അതിനുള്ള പദ്ധതിയും കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന എന്തു കാര്യവും ജനവിരുദ്ധമാണ്, എതിർക്കേണ്ടതാണ് എന്നുള്ള ഒരു നിലപാട് മുന്നോട്ട് വെക്കുന്ന ആളുകളാണ് ഈ എഥനോൾ ബ്ലെൻഡിങ് പദ്ധതിക്കെതിരെ, E20 പദ്ധതിക്കെതിരെ വരുന്നതെന്നാണ് എൻ്റെ ഇതുവരെയുള്ള അഭിപ്രായം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വിഷയവും എടുക്കാതിരിക്കുന്നില്ല, എല്ലാ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്, നമ്മളൊന്നും മാറ്റിവെക്കുന്നില്ല.
കൃത്യമായി പക്ഷം പിടിക്കാതെ അതിൻ്റെ ശരിയായ ആസ്പെക്റ്റുകൾ, അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഈ വീഡിയോയിൽ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു പുരോഗമന സ്വഭാവത്തിൽ രാജ്യം നടപ്പാക്കുന്ന ഒരു പദ്ധതിയെ എതിർക്കാനുള്ള ശ്രമം, ഇപ്പോൾ ഡൽഹിയിൽ നാളെ ജന്തർ മന്ദിറിൽ 10,000-ഓളം ആളുകളെ കൂട്ടി പ്രകടനം നടത്തും എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം വേറെയാണ്. ആ പാറ്റാ സമരം പൊളിഞ്ഞു പോയി. അപ്പോൾ ഇനി എന്നാൽ പിന്നെ ഒരു എത്തനോൾ സമരം ആയേക്കാം എന്ന് പറയും. നാളെ രാഹുൽ ഗാന്ധിയും വന്ന് കൊടി പിടിക്കാൻ ഇല്ല, ഇന്ത്യയിലില്ല, വന്നു കഴിഞ്ഞാൽ ഇരിക്കുമായിരിക്കും. ഇതും പ്രതിപക്ഷത്തിൻ്റെ ഒരു സമരമായി, ഒരായുധമായി മാറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. പക്ഷേ ഇതാണ് വസ്തുത എന്ന് നിങ്ങൾ ബോധ്യപ്പെടുക. ഇന്ത്യ ലൈവ് എന്ന് പറയുന്ന ചാനൽ നേരിനൊപ്പമാണ്, സത്യമാണ് പറയുന്നത്. യഥാർത്ഥ വിവരങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉറപ്പായിട്ടും അത് ചെയ്യണേ.